അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് ആൾക്കാർ അവിടെ റെഡിയാണ്, ജോലിക്ക് ഇവിടെ റെഡിയാണ്. ഇവിടെ പല ആൾക്കാരും ഇങ്ങനെയുള്ളവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ പല പല ബിസിനസ് നടത്തുന്നവർക്കും ചീപ്പ് ലേബറാണ് ആവശ്യം. ചീപ്പ് ലേബറിന് അന്വേഷിച്ച് ഇന്ത്യക്കാരാണ് കൂടുതൽ നടക്കുന്നത്. ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാൻകാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർ പട്ടിണിയും അങ്ങനെ അല്ലെങ്കിൽ സ്ഥലമൊക്കെ വിറ്റ് വരുന്നവർ ഇവിടെ എല്ലാ ദിവസവും ജോലിക്ക് വന്നോളും. ഇവരൊരിക്കലും അവധി ചോദിക്കാൻ വളരെയേറെ സാധ്യതയില്ല. ഇവർക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അവർ ജോലിക്ക് വന്നിരിക്കും. 7 ദിവസവും ജോലിക്ക് ഇവർ തയ്യാറാണ്. അതേസമയം ഒരു അമേരിക്കക്കാരെ ഹയർ ചെയ്യാൻ നോക്കുവാണെങ്കിൽ അവർ പറയും 5 ദിവസം ജോലിക്ക് പറ്റുള്ളൂ, എനിക്ക് നേരത്തെ പോകണം, ചില ദിവസം എനിക്ക് നാളെ അവധി വേണം, എനിക്ക് നാളെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് പാർട്ടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നാളെ വരാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇന്ത്യക്കാർ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാ ദിവസവും ജോലിക്ക് വന്നോളും. ഇവർക്ക് പരമാവധി പൈസ സമ്പാദിക്കുകയാണെന്ന് ഇവരുടെ ഉദ്ദേശം. ഇങ്ങനെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരു 5-8 വർഷത്തോളം ഇങ്ങനെ കിടന്ന് പണിയെടുക്കും ഒരാവേശത്തിന്. ഇവിടെ ഏതാണ്ടൊക്കെ പൈസ ഒത്തിരി സമ്പാദിക്കാമല്ലോ എന്നൊക്കെ കരുതി. പിന്നെ നാട്ടിൽ ഒത്തിരി ഉണ്ടാവും, ചിലപ്പോൾ കടമുള്ളവരുണ്ടാവും. ഇവർക്ക് നാട്ടിൽ വീട് വെക്കണം. നാട്ടിൽ പല ആൾക്കാർക്കും നാട്ടിലൊക്കെ വീട് വെച്ച് വലിയ ആൾക്കാരായിന്ന് മറ്റുള്ളവരെ കാണിക്കണമല്ലോ. നമ്മൾ അമേരിക്ക എത്തി ഭയങ്കര സക്സസ്ഫുൾ ആയിന്ന് മറ്റുള്ളവരെ കാണിച്ച് ഒരു സന്തോഷം കണ്ടെത്തണം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, സബ്വേ, ഡങ്കിൻ ഡോണറ്റ്സ്, ഗ്യാസ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല ആൾക്കാരും ഇതുപോലെയുള്ളവരാണ്. അതിർത്തി കടന്നു വന്നവർ, അസൈലം സീക്ക് ചെയ്ത് വന്നവർ, വിസിറ്റിംഗ് വിസയിൽ വന്നവർ, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്.